2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടതോടെ മമതയുടെ പതനം കുറിച്ചു. ചരിത്രത്തിലാദ്യമായി ബംഗാൾ പിടിച്ച ബിജെപി മമതയുടെ പരാജയം കണക്കുകൂട്ടിയിട്ട് കുറച്ചായി. പെട്ടെന്നുണ്ടായ പരാജയം മമത ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്ഥാനമൊഴിയാനും തയ്യാറാകുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് നേരിട്ട അപ്രതീക്ഷിത പരാജയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ 215 സീറ്റുകൾ നേടി കരുത്തു തെളിയിച്ച TMC ഇത്തവണ 100-ൽ താഴെ സീറ്റുകളിലേക്ക് ഒതുക്കപ്പെട്ടത് പാർട്ടിക്ക് വലിയ ആഘാതമായി. ബംഗാൾ രാഷ്ട്രീയത്തിലെ മമതയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് ഈ ഫലം വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ബംഗാളികളുടെ ദീദിയായ മമതയുടെ പേരിൽ വ്യക്തിപരമായി അഴിമതി ആരോപണമില്ലെങ്കിലും പാർട്ടി നേതാക്കളുടെയും പ്രാദേശിക സംവിധാനങ്ങളുടെയും അതിരുകടന്ന ഇടപെടലുകളും മറ്റും ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കിയിരുന്നു. അഴിമതി, വിവിധ പദ്ധതികൾക്കുള്ള പണം വെട്ടിക്കുറയ്ക്കൽ, മാഫിയ പ്രവർത്തനങ്ങൾ, കേന്ദ്രീകൃത ഭരണം എന്നീ ആരോപണങ്ങൾ തൃണമൂൽ കോൺഗ്രസ് വളരെക്കാലമായി നേരിടുന്നു. നേതാക്കൾക്ക് പരസ്യമായ മുന്നറിയിപ്പുകൾ നൽകുകയും അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും തന്റെ അറിവില്ലാതെ തെറ്റു സംഭവിച്ചു എന്ന വാദം നിരത്തുകയും ചെയ്ത് പ്രതിരോധിക്കാൻ മമത ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിയല്ല, എന്നെ മാത്രം വിശ്വാസത്തിലെടുത്താൽ മതിയെന്നാണ് മമത ആവർത്തിച്ചിരുന്നത്. ഇത്തവണ അത് ഏശിയില്ലെന്നാണ് വിമർശകരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. പാർലമെന്റിലെ മൂന്നാമത്തെ വലിയ പ്രതിപക്ഷ കക്ഷിയായ TMCയുടെ പരാജയം ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ 42-ൽ 29 സീറ്റുകളും നേടിയാണ് മമത കരുത്തു കാട്ടിയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വലിയ വോട്ട് ചോർച്ച വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ മുൻതൂക്കം നൽകാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. 2011-ൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നതോടെ ബംഗാളിന്റെ ചിത്രം മാറി. ഇന്ന് RSSന് 1500 ശാഖകളുണ്ട് സംസ്ഥാനത്ത്. മമതയുടെ രാഷ്ട്രീയ നിലപാടുകൾ ബംഗാളിൽ വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി കഴിഞ്ഞു. മതനിരപേക്ഷ മഹാനഗര സ്വഭാവമുള്ള കൊൽക്കത്തയ്ക്ക് പുറത്ത് ഗ്രാമീണ മേഖലകളിൽ ഇത് സുവ്യക്തമാണ്. മമതയുടെ പ്രീണ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവർ BJPയുടെയും RSSന്റെയും വിളിയോട് അനുകൂലമായി പ്രതികരിച്ചു കഴിഞ്ഞു. ഗ്രാമീണ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകൾ യാഥാർത്ഥ്യമാക്കിയ ജാതിരഹിത മതനിരപേക്ഷ സമൂഹം പെട്ടെന്നില്ലാതായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ വോട്ട് ചെയ്തത് ജാതി അടിസ്ഥാനത്തിലല്ല, മതാടിസ്ഥാനത്തിലായിരുന്നെങ്കിലും ജാതി ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. BJPയുടെ വിജയത്തിന് പിന്നാലെ ഗ്രാമീണ മേഖലകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകൾ പിടിച്ചെടുക്കപ്പെട്ടു, പ്രവർത്തകർ കൊല്ലപ്പെട്ടു. തൃണമൂൽ തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ ബംഗാൾ കലാപഭൂമിയായി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ 15 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും നീതി ആയോഗിന്റെ യോഗത്തിൽ പങ്കെടുക്കാനോ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കാനോ മമത തയ്യാറായില്ല. അത്രയ്ക്കാണ് മമതയ്ക്കുണ്ടായിട്ടുള്ള നിരാശയും പകയും. ബംഗാൾ ഗവർണർ KN ത്രിപാഠി പറഞ്ഞത് താൻ മുഖ്യമന്ത്രിയെ ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർ ഫോൺ എടുത്തില്ല എന്നാണ്. സ്വന്തം ഭരണ സംവിധാനത്തിന് മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ട നായികയാണ് മമത ഇപ്പോൾ. നേതാക്കളും MLAമാരും അവരെ നിരനിരയായി വിട്ടുപോകുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ തരിപ്പണമാക്കുന്ന പ്രകടനമാണ് BJP കാഴ്ചവെച്ചത്. സ്വന്തം തട്ടകമായ ഭവാനിപ്പൂരിൽ പോലും മുൻ സഹപ്രവർത്തകൻ സുവേന്ദു അധികാരിയിൽ നിന്ന് കടുത്ത വെല്ലുവിളിയാണ് മമത നേരിട്ടത്. ദേശീയതലത്തിൽ പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ മുഖമായിരുന്ന ദീദിയുടെ ഈ പടിയിറക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. പതനത്തിന് കാരണമായത് ഭരണവിരുദ്ധ തരംഗവും RG-കർ വിവാദവും അഴിമതി ആരോപണങ്ങളും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. പ്രത്യേകിച്ച് 2024 RG-കർ മെഡിക്കൽ കോളേജ് സംഭവവും അതിനെ തുടർന്നുണ്ടായ ജനരോഷവും BJP കൃത്യമായി മുതലെടുത്തു. തൃണമൂലിന്റെ ഉറച്ച വോട്ട് ബാങ്കായിരുന്ന വനിതകളിൽ വലിയൊരു വിഭാഗം ഇക്കുറി പാർട്ടിയെ കൈവിട്ടു. 90 ലക്ഷത്തോളം പേർ SIR പട്ടികയിൽ നിന്ന് പുറത്തായതും അത് ഉയർത്തിക്കാട്ടിയുള്ള മമതയുടെ നിയമപോരാട്ടങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചില്ല. ഇതോടെ തൃണമൂൽ താഴെ വീണു. മമതയുടെ പതനം മോദി നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു എന്നതാണ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകുന്നതിലൂടെ മനസ്സിലാകുന്നത്. മമതയുടെ വിശ്വസ്തനെ കൂടെ നിർത്തി BJP ആയ അസ്ത്രത്തിൽ മമതയുടെ പതനം ഉറപ്പായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.